താങ്കൾ ചാമ്പ്യനിൽ ചാമ്പ്യനാണ്. ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ്. ഇന്നത്തെ തിരിച്ചടി വേദനിപ്പിക്കുന്നു. താങ്കൾ പ്രതിരോധത്തിൻ്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം. വെല്ലുവിളികളെ തലയുയർത്തി നേരിടുക എന്നത് താങ്കളുടെ സ്വഭാവം. ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. വികാരനിർഭരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിവ. മറ്റാരെയും കുറിച്ചല്ല, 144 കോടി ജനങ്ങളുടെയും ആവേശമാകേണ്ടിയിരുന്ന ഒരു പാരീസ് ഒളിമ്പിക്സ് മെഡൽ വെറും സാങ്കേതികതയുടെ മുനമ്പിൽ തട്ടി തളർന്നു വീണ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പറ്റിയാണ്. ഓ വിനേഷ്, നിന്നിൽ നിന്നല്ല, ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നാണ് ആ ഒളിമ്പിക്സ് മെഡൽ പറിച്ചെടുത്തത്. 100 ഗ്രാമിൻ്റെ ദുഃഖഭാരം 144 കോടി ഇന്ത്യക്കാരുടേത് കൂടിയാണ്. പാരീസ് ഒളിമ്പിക്സിൻ്റെ വനിതാ ഗുസ്തി ഫൈനലിൽ നിന്ന് ശരീരഭാരം 100 ഗ്രാം കൂടിയതിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടത് കായിക ചരിത്രത്തിലെ തീരാ നോവാണ്. ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് മത്സരിച്ചത്. അയോഗ്യയാക്കപ്പെട്ടതോടെ എല്ലാ മത്സരങ്ങളിൽ നിന്നും ഈ ഹരിയാനക്കാരി പുറത്തായി. ഫൈനലിൽ എത്തിയ ശേഷം ശരീരഭാരം അധികമായി എന്ന കാരണത്താൽ ഒരു താരത്തെ അയോഗ്യയാക്കപ്പെടുന്നത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായാണ്. വിനേഷിന് പിന്തുണയുമായി രാജ്യത്താകെ രംഗത്തുണ്ട്. വിനേഷിൻ്റെ സ്വാഭാവിക ശരീരഭാരം 57 കിലോയാണ്. ഗുസ്തിയിൽ എപ്പോഴും മത്സര വിഭാഗത്തിൻ്റെ ഇനമനുസരിച്ച് ശരീരഭാരം തൊട്ടു താഴെ നിൽക്കുന്ന വിഭാഗത്തിലായിരിക്കണം മത്സരിക്കുക. അതിനു മുകളിൽ മത്സരിച്ചാൽ ജയസാധ്യത കുറയും. 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ വിനേഷ് ഭാരം കുറച്ചു. പക്ഷേ സാധാരണ ഭക്ഷണം കഴിച്ചാൽ പോലും തൂക്കം 50 കിലോയിൽ കൂടുന്ന സ്ഥിതിയായി. മത്സരത്തിന് മുൻപേ കഠിനമായ വർക്കൗട്ടിലൂടെയാണ് ശരീരഭാരം കുറയ്ക്കുക. 1-ാം റൗണ്ടിന് മുൻപ്, അതായത് ചൊവ്വാഴ്ച രാവിലെ വരെ വിനേഷിൻ്റെ ശരീരഭാരം 49.9 കിലോ ആയിരുന്നു. സെമി ഫൈനലിനു ശേഷം, അതായത് ചൊവ്വാഴ്ച രാത്രി, ശരീരഭാരം 52.7 കിലോ ആയി ഉയർന്നു. തൂക്കം 50 കിലോയിൽ താഴെയാക്കാൻ രാത്രി തന്നെ കഠിന പരിശ്രമം തുടങ്ങി. ഉറങ്ങിയില്ല, ഭക്ഷണമോ വെള്ളമോ കഴിച്ചില്ല. രാത്രി പലതരത്തിലുള്ള വർക്കൗട്ടുകൾ, രക്തം ഊറ്റിക്കളഞ്ഞു, മുടിവെട്ടി, നന്നായി വിയർക്കുന്നതിന് രാവിലെ നീരാവി സെക്ഷനും നടത്തി. എന്നിട്ടും രാവിലെ 7:15 തൂക്കം നോക്കിയപ്പോൾ 50 കിലോയും 100 ഗ്രാമും. നിർജ്ജലീകരണം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതിയുമായി. കഠിന പരിശ്രമം ആവശ്യമായ ഘട്ടത്തിൽ വിനേഷ് അത് ചെയ്തു. ഏതൊരു വിജയത്തിൻ്റെയും കാരണങ്ങളിൽ ഒരു ഭാഗ്യം എന്നതുകൂടിയാണ് നിഴലിച്ചു നിൽക്കുന്നത്. ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇവിടെ വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ചത് നിർഭാഗ്യമാണ്. വിനേഷിനെ സമാശ്വസിപ്പിക്കാൻ കൂടെയുണ്ടായിരുന്നത് മറ്റൊരു മെഡൽ നഷ്ടത്തിൻ്റെ പ്രതീകമാണ്. ലോസ് ആഞ്ചലോസ് ഒളിമ്പിക്സിൽ 1984 ഓഗസ്റ്റ് 8 നടന്ന 400 മീറ്റർ ഹഡിൽസിൽ സെക്കൻഡിൻ്റെ 100ൽ ഒരംശം വ്യത്യാസത്തിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട PT ഉഷ. ഉഷയ്ക്കുണ്ടായതുപോലെ തീഷ്ണ അനുഭവമാണ് വിനേഷ് ഫോഗട്ടിനുമുണ്ടായത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സകല ഒളിമ്പിക്സ് സംഘടനക്കാരും ഈ പ്രവൃത്തിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ഹൃദയഭേദകം എന്നേ പറയാനാവൂ. ഇന്ത്യയുടെ പ്രതീക്ഷകൾ വീണുടഞ്ഞു പോയതിനെ മറ്റൊരു വാക്കുകൊണ്ടും പറഞ്ഞു ഫലിപ്പിക്കാനാവില്ല. ഗുസ്തി ഫൈനലിന് യോഗ്യത നേടിയ വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യയായി എന്ന വാർത്ത ഇനിയും ഈ നാടിന് ഉൾക്കൊള്ളാനായിട്ടില്ല. ഒളിമ്പിക്സ് മെഡൽ ഇക്കുറി നഷ്ടപ്പെട്ടെങ്കിലും അയോഗ്യതാ വാർത്തയ്ക്ക് പിന്നാലെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നു വന്ന പിന്തുണ വിനേഷ് എന്ന കായിക താരത്തെ ഈ നാട് എത്രമേൽ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്നു എന്ന് വെളിപ്പെടുത്തി. ഒളിമ്പിക്സ് മെഡലല്ല, പോരാട്ട വീര്യമാണ് യഥാർത്ഥ പൊൻപതക്കമെന്ന് വിളിച്ച് അറിയിക്കുന്നതായിരുന്നു ആ പിന്തുണ.
വിനേഷ്, ഈ മെഡൽ നഷ്ടം നിനക്ക് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്താകെയുണ്ടാക്കിയത് ഒരിക്കലും മാറാത്തൊരു മുറിവാണ്. അതിൻ്റെ നീറ്റൽ മാത്രം മതി ഇനി 1000 വിനേഷുമാർ ഇവിടെ ഉയർത്തുവരാൻ. അതാകട്ടെ നമുക്ക് കിട്ടിയ എക്കാലത്തെയും വിലയേറിയ ഒളിമ്പിക്സ് മെഡൽ. നീ പോരാളിയാണ്, നീ ജേതാവാണ്, നീ ചിരിക്കും. ഒപ്പമുണ്ട് 144 കോടി ജനങ്ങൾ.